ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 34 ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. വാരീജം ദ്രാവയിത്വാ മകശിരസി ശരൈരന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പതിപദരജസാ പ്രാപ്യ വൈദേഹഗേഹം ഭിന്ദാനാചന്ദ്രചൂഡം ധനുരവനി സുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാസ്ത്വം ത്രിഭിരവിശാസമം ഭ്രാതൃവീരൈ സദാരൈ. അന്വയം അർത്ഥം. ത്വം അവിടുന്ന്, മകശിരസി യാഗത്തിൽ, ശരൈ അമ്പുകളാൽ, മാരീചം മാരീചിനെ, ദ്രാവയിത്വ ഓടിച്ചിട്ട്, അന്യരക്ഷാംസി മറ്റുള്ള രാക്ഷസന്മാരെ, നിഘ്നൻ കൊന്നിട്ട്, പതി മാർഗത്തിൽ, പദരജസ കാടലികളിലെ പൊടിയുണ്ട്, അഹല്യാം അഹല്യയെ, കല്യാം പരിപാവനയാക്കി, കുർവൻ തീർത്തതിനു ശേഷം, വൈദേഹഗേഹം വിദേഹ രാജധാനിയെ പ്രാപ്യ പ്രാപിച്ചിട്ട്, ചന്ദ്രചൂഡം ശിവനെ സംബന്ധിച്ച്, ധനു വില്ല്, പിന്താന മുറിക്കുന്നവനായി തീർന്നു, ഇന്ദിരാം അവനിസുതാം ലക്ഷ്മി ദേവിയായ സീതയെ, ലബ്ധ്വ ലഭിച്ചിട്ട്, സദാരൈ താരങ്ങളോടുകൂടിയും, ത്രിഭി 3 ഭ്രാതൃവീരൈ അഭി വീരന്മാരായ സഹോദരന്മാരോടുകൂടിയും, പ്രതിഷ്ഠിത അയോധ്യയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഹരിവു. സാരം. ബാണം കൊണ്ട് മാരീചിനെ ഓടിച്ചിട്ട് മറ്റുള്ള രാക്ഷസന്മാരെയും ഹനിച്ചിട്ട് രാമൻ അഹല്യാമോക്ഷവും സാധിച്ചതിനു ശേഷം വിദേഹ രാജധാനിയിൽ ചെന്ന് ശൈവജാമം മുറിച്ചിട്ട് സീതയെ പാണിഗ്രഹണം ചെയ്ത് ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ഊർമിള മാണ്ഡവി ശ്രുതികീർത്തി എന്നിവരെ വിവാഹം കഴിച്ചു. പിന്നീട് അയോധ്യയിലെത്തി. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. ആരുന്താനേരുഷാന്തേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സുതേജോ യാദേയാദോ അസ്യ അയോധ്യാം സുഖമിക നിവസൻ കാന്തായ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗദപതി ഭരതേ മാതുലസ്യാദിവാസം താതാരാബ്ധോ അഭിഷേകസ്തവകിലവഹിത കേകയാദീശപുത്ര്യ. അന്വയം അർത്ഥം. രുഷാന്തേ കോപത്താൽ അന്ധനും, ആരുന്താനെ മാർഗത്തിൽ തടയുന്നവനുമായ, ഭൃഗുകുല തിലകെ പരശുരാമൻ, സ്വതേജഃ തൻ്റെ തേജസ്, സംക്രമയ്യ സംക്രമിപ്പിച്ച്, യാദേ പോയപ്പോൾ, അയോധ്യാം അയോധ്യയെ, യാദാസി പ്രാപിച്ചവനായിത്തീർന്നു, ഹേ കാന്തമൂർത്തി മനോഹര രൂപനായ ദേവ, ഇഹ അയോധ്യയിൽ, കാന്തായ ഭാര്യയോടൊന്നിച്ച്, സുഖമായി, നിവസൻ വസിക്കുന്നവനായി, അധ അനന്തരം, ഏകദ ഒരിക്കൽ, ഭരതേ ഭരതൻ, ശത്രുഘ്നോടുകൂടി, മാതുലസ്യ അമ്മാവൻ്റെ, അധിവാസം വാസഗൃഹം, ഗദവതി പോയപ്പോൾ,
താതാരാബ്ദി പിതാവിനാൽ ആരംഭിക്കപ്പെട്ട തവ അങ്ങയുടെ അഭിഷേകം കേകയാദീശപുത്രിയ കൈകേകിയാൽ വിഗത കില മുടക്കപ്പെട്ടു. ഹരി കേകയാദീശപുത്രിയ കൈകേകിയാൽ വിഗത കില മുടക്കപ്പെട്ടു. ഹരി ഓം. സാരം: തൻ്റെ ഗുരുവായ പരമശിവൻ്റെ വില്ലൊടിച്ചതിൽ കോപിച്ച് ഭൃഗുരാമൻ ശ്രീരാമനെ വഴിയിൽ തടഞ്ഞു പരാജയപ്പെട്ടു. തൻ്റെ തേജസ് രാമനിൽ സംക്രമിപ്പിച്ച് തപസ്സിനു പോയി. ശ്രീരാമൻ സീതയൊന്നിച്ച് അയോധ്യയിൽ സുഖമായി താമസിച്ചു. ഭരതലക്ഷ്മണന്മാർ മാതുലനായ യുധാജിത്തിൻ്റെ കേകയ രാജധാനിയിലേക്കും പോയി. അപ്പോൾ ദശരഥൻ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം തീരുമാനിച്ചു. മന്ദരയുടെ ചൊല്ല് കേട്ടി